സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 മാസത്തെ തുക ഒറ്റത്തവണയായി വിതരണം ചെയ്യാൻ തുടങ്ങിയതോടെ സംസ്ഥാനത്തിന്റെ ക്ഷേമ മാതൃകയും അതിന്റെ സാമ്പത്തിക ഭദ്രതയും വീണ്ടും പൊതുചർച്ചാ വിഷയമായിരിക്കുകയാണ്. 3600 രൂപയാണ് ഈ ഘട്ടത്തിൽ ഓരോ ഉപഭോക്താവിന്റെ കൈകളിലും എത്തുന്നത്. ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഗഡുവായ 1600 രൂപയും നവംബർ മാസത്തെ പരിഷ്കരിച്ച 2000 രൂപയും ഉൾപ്പെടുന്നു. ഇതോടെ സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തീർപ്പാക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ വിതരണത്തിന്റെ പശ്ചാത്തലത്തിലും ചില ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന തുകയിൽ 200 രൂപയുടെ കുറവുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി CPM നേതാവും മുൻ ധനമന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് രംഗത്തെത്തി. അദ്ദേഹത്തിന്റെ വിശദമായ ഫേസ്ബുക്ക് കുറിപ്പ് കേരളത്തിന്റെ ക്ഷേമരാഷ്ട്രീയം, കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ, പെൻഷൻ വിതരണത്തിലെ തർക്കങ്ങൾ എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ രാഷ്ട്രീയ സംവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്.